സുഹൃത്തുക്കളെ, നേപ്പാളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായൊരു മ്യൂസിയമാണ്. നേപ്പാളികളായ എന്നാൽ ഇന്ത്യയിലും ഏറ്റവും പ്രശസ്തമായ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതവും സംസ്കാരവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന അപൂർവമായ കാഴ്ചകളുടെ ഒരു സ്ഥലം. അതാണ് ഇൻ്റർനാഷണൽ ഗൂർഖ മ്യൂസിയം. നമ്മളതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സുഹൃത്തുക്കളോടെല്ലാം ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ ഈ യാത്രകൾക്ക് പ്രോത്സാഹനമായി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇതോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് വരാം. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. ഗൂർഖകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എപ്പോഴും ഒരു മലയാള സിനിമയായിരിക്കും. നമുക്ക് മലയാളികൾ സത്യ അന്തിക്കാട് സംവിധാനം ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമ, അതിലെ ഗൂർഖ രാം സിംഗ് യഥാർത്ഥത്തിൽ ശരിയായ ഗൂർഖയല്ല. അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി, പാറാവ് ജോലിക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി ഗൂർഖയുടെ വേഷം ധരിച്ച ഒരു മലയാളിയാണ്. പക്ഷേ എന്നാൽ യഥാർത്ഥ ഗൂർഖകൾ ഇങ്ങനെയൊന്നല്ല. അവർ വലിയ യുദ്ധവീരന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ പോലും ഇപ്പോഴും ഗൂർഖ റെജിമെന്റ് ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അവരുടെ യുദ്ധസാമർഥ്യവും അർപ്പണബോധവും ധീരതയും എല്ലാം വളരെ വളരെ പ്രശസ്തമാണ്. സൈനിക ജീവിതം ഗൂർഖ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവർക്ക് പ്രത്യേകം സൈനിക വേഷമുണ്ട് എന്ന് മാത്രമല്ല, അവരുടേതായ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. എന്നും മാത്രമല്ല, സ്വന്തമായിട്ട് മദ്യം പോലും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും. അവരുടെ ഗൂർഖകളുടെ പ്രത്യേകമായ ഷാമ്പൈൻ പോലും ഉണ്ടെന്നാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഗൂർഖകളുടെ ശൂരതയും അതുപോലത്തെ പ്രസിദ്ധമാണ്. എതിരാളികളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത കാവൽ ഭടന്മാരായിട്ടാണ് അവരറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉടനീളം, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പാറാവ് ജോലിക്ക് ഗൂർഖകൾക്ക് വലിയ ഡിമാൻഡാണ്. ഗൂർഖകളുടെ പരമ്പരാഗതമായ ആയുധമാണ് കുക്രി എന്ന് പറയുന്ന കഠാര. ഈ കഠാര നമുക്ക് ഈ മ്യൂസിയത്തിൽ വാങ്ങാൻ കിട്ടും. ഒറിജിനൽ കഠാര തന്നെ, ഒറിജിനൽ കുക്രി വാങ്ങാൻ കിട്ടും. 2000 രൂപ മുതൽ മേലോട്ടാണ് അതിൻ്റെ വില. ഈ കുക്രി അവരവരുടെ നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു തൊഴിലുപകരണം പോലെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ കഠാര. പക്ഷേ നമ്മൾ അറിയുന്നൊരു കഥ എന്താണെന്ന് വെച്ചാൽ, എതിരാളികളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഈ കഠാര അവർ ഉറയിൽ നിന്നും ഊരിയെടുത്താൽ പിന്നെ ചോര കാണാതെ തിരിച്ച് ഉറയിലിടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഗൂർഖകളുടെ പേരിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അപൂർവതകളുടെ കേന്ദ്രമാണ് ഗൂർഖകളുടെ ജീവിതവും അവരുടെ ചരിത്രവും സംസ്കാരവും എല്ലാം. ഇതെല്ലാം വിശദമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വളരെ അമൂല്യമായ കാഴ്ചകളുടെ ഒരു വലിയ ശേഖരമാണ്, ഒരു കൂടാരമാണ് ഈ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഗൂർഖ മ്യൂസിയം. ഗൂർഖകളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ ഈ മ്യൂസിയത്തിൽ അത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ അല്ലാതെയും നേരിട്ട് തന്നെയും നമുക്ക് അത് കാണാൻ കഴിയും. അവരുടെ സൈനിക ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ, അവരുടെ സൈനിക വേഷങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഗൂർഖ റെജിമെൻറ്റിൽ അവർ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സൈനിക ഉപകരണങ്ങൾ, ആയുധങ്ങൾ, ജനജീവിതത്തിലെ സമഗ്രമായ കാഴ്ചകൾ, വേഷവും ഭക്ഷണവും വീട്ടുപകരണങ്ങളും തൊഴിലുപകരണങ്ങളും ആയുധങ്ങളും, ഇങ്ങനെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ കാഴ്ചകളും ഈ മ്യൂസിയത്തിൽ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 2-3 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയത്തിൽ ഈ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയുക. നേപ്പാളിലെ ടൂറിസ്റ്റ് നഗരമായ പൊഖറയുടെ പ്രാന്തപ്രദേശത്തായി ശാന്തഗംഭീരമായ ഒരു സ്ഥലത്താണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പോകുക എന്നുള്ളത് കാഴ്ചയുടെയും അറിവിൻ്റെയും വലിയൊരു അനുഭവം തന്നെയായിരിക്കും. നേപ്പാളിൽ പോയാൽ മിക്കവാറും ടൂർ ഓപ്പറേറ്റർമാരുടെ ഒപ്പമാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർ തീർച്ചയായും അവഗണിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. എന്നാൽ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ചോദിച്ച് ഈ മ്യൂസിയം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവിടെ പോകണം, ഈ കാഴ്ചകൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടേറെ കാഴ്ചകൾ വേറെയുണ്ട്. അവ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.